ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നമ്മൾ ന്യൂസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഇന്ത്യ പാകിസ്ഥാനായിട്ടുള്ള യുദ്ധങ്ങൾ. യുദ്ധമായിട്ടില്ല, യുദ്ധത്തിലേക്കുള്ള ഒരു വഴിയിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഇനിയും ഇങ്ങനെ തന്നെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഏറെ അടിക്കും, അതിനൊരു സംശയമില്ല. അപ്പം അതിർത്തിയിൽ അത്രയും രീതിക്ക് സംഘർഷങ്ങൾ നടക്കുന്ന സമയത്തും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പലരും പല വിദ്വേഷ പ്രചാരണങ്ങളും നമ്മുടെ രാജ്യത്തിനെതിരെ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിനെതിരെ പലർക്കുമെതിരെ ഇപ്പോൾ കേസ് വന്നിട്ടുണ്ട്, രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് അഖിൽ മാരാർ എന്ന് പറയുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെതിരെയാണ്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മലയാളം ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞിടയ്ക്ക് ഒരു ലൈവിൽ വന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലോകത്തിനു മുന്നിൽ അമേരിക്കയുടെ അഭിമാനം ഉയർത്തിക്കൊടുക്കുകയായിരുന്നില്ല ഭാരതം ചെയ്യേണ്ടത് എന്ന എന്റെ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രീതിയിലും പാകിസ്ഥാൻ പോലൊരു രാജ്യത്തെ ഇന്ത്യക്ക് നിസ്സാരമായി കീഴ്പ്പെടുത്തി ലോകത്തിന് മുന്നിൽ ഒരു സൂപ്പർ പവറായി നിൽക്കാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യത്തെ ഇന്ത്യ ഇല്ലാതാക്കിയെന്ന് ആ നിമിഷം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യ മുട്ടുകുത്തിപ്പോയോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം ഒരു റൈറ്റപ്സ് പങ്കുവച്ചു. അത് ഇന്ദിരാഗാന്ധി അമേരിക്കൻ പ്രസിഡന്റിന് അന്ന് കൊടുത്ത മറുപടി എഴുതിക്കൊണ്ടായിരുന്നു ഞാനത് പങ്കുവച്ചത്. അപ്പോൾ മുതൽ പല ആൾക്കാർക്കും ഹാലിളകി. ഞാൻ എന്താണ് ചിന്തിച്ചത്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഒരു വായടപ്പിച്ചിട്ടുള്ള ഒരു മറുപടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് ഇപ്രകാരം റിച്ചാർഡ് നിക്സനെതിരെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി ഒരു തീരുമാനം എടുത്തിരുന്നു, അന്ന് അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. കേട്ടല്ലോ, പാകിസ്ഥാനെതിരെയുള്ള യുദ്ധത്തിൽ പാകിസ്ഥാനെ കയറി ആക്രമിച്ചിട്ട് അമേരിക്കയുടെ വാക്ക് കേൾക്കാതെ പാകിസ്ഥാനെ കയറി അങ്ങ് ആക്രമിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം സൂപ്പർ പവറായിട്ട് മാറിയേനെ എന്നാണ് മാരാർ ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യത്തിനും അടിയറവ് പറഞ്ഞിട്ടില്ല ഇവിടെ. ഡൊണാൾഡ് ട്രംപ്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിൽ പറഞ്ഞത് 2 രാജ്യങ്ങളോട് ഞാൻ സംസാരിച്ചു, 2 രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിന് ഒപ്പുവെച്ചു എന്നുള്ള രീതിക്കാണ് അദ്ദേഹം പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എല്ലാ ക്രെഡിറ്റും പുള്ളിക്ക് എന്നുള്ള രീതിക്ക് പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പറഞ്ഞ് 3 മണിക്കൂറിനുള്ളിൽ തന്നെ അത് ലംഘിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് നരേന്ദ്രമോദി നമ്മുടെ മീഡിയനെ അഡ്രസ്സ് ചെയ്ത സമയത്ത് അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിവിടെ യുദ്ധം നിർത്തിയതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനും വേണ്ടിയിട്ടല്ല, മറിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കരഞ്ഞ് കാല് പിടിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ യുദ്ധം നിർത്തിയത്. അവർ പോയി പല കൺട്രീസിനെയും കണ്ടത് കൊണ്ടാണ് എന്നൊരു സാധനം നരേന്ദ്രമോദി വ്യക്തമായിട്ട് ഊന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ ശ്രീ മാരാർ കണ്ടില്ലായിരുന്നോ? ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യം ഇപ്പോൾ പോകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവാണ്. ഈ സെൻസിറ്റീവ് സിറ്റുവേഷനിൽ എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളത് ഒരു സിവിക് സെൻസ് ആണ്. നിങ്ങളെപ്പോലെ ഇത്രയും എന്താ പറയുന്നത്, മീഡിയ പേഴ്സൺ ആയിട്ടുള്ള ഒരു വ്യക്തി സൊസൈറ്റിയിൽ വന്ന് നിന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലൊരു കാര്യം വിളിച്ച് പറയുമ്പോൾ അതിൽ പൊളിറ്റിക്സിനേക്കാൾ അപ്പുറത്തേക്ക് കുറേ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കയറി വരുമെന്ന് അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു. ഓക്കെ. പിന്നെ അദ്ദേഹം അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ചെയ്തതുപോലെ ചെയ്യണമായിരുന്നു മോദി എന്നുള്ള രീതിക്ക് എഴുതിയിട്ടുവെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, 1971 വാർ നടന്ന സമയത്തുള്ള സിറ്റുവേഷൻ ആണോ 2025 ഇപ്പോൾ പെഹൽഗാം അറ്റാക്ക് നടന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്? അല്ല. 1971 വാർ നടക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി എടുത്ത ഡിസിഷൻ എന്ന് പറയുന്നത് അത് അവരുടെ ശരിയാണ്. അന്നത്തെ സിറ്റുവേഷൻ അത് കറക്റ്റ് ആയിരുന്നു. ഇന്ന് 2025 വരുമ്പോഴത്തേക്കും ഇപ്പോൾ മോദി എടുക്കുന്ന ആ ഡിസിഷൻ ആണ് ശരി. കാര്യം അന്നത്തെ സിറ്റുവേഷൻ അല്ല ഇന്നത്തേതെന്ന് ആദ്യം മനസ്സിലാക്കുക. 1971 ഇന്ദിരാഗാന്ധി അത് ചെയ്തു, അത് വെച്ചിട്ട് 2025 മോദി ഇത് ചെയ്യണം എന്ന് പറയാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, അതിനകത്ത് നമ്മൾ ഒരിക്കലും പൊളിറ്റിക്സ് കടത്തരുത്. കാര്യം നമ്മുടെ നാഷണൽ സെക്യൂരിറ്റീൻ്റെ ഇഷ്യൂ ആണ്. നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ്റും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യത്തില്ല. കാര്യം അവിടെ ഒരു നാഷണൽ സെക്യൂരിറ്റി വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിന് ഭരിക്കാൻ ഒരു ടെറിട്ടറി ഇല്ലാതാവുകയാണ്. അത് അവർ ചെയ്യത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അതിനകത്ത് പൊളിറ്റിക്സ് കലർത്തിയിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക പ്രൊപ്പഗണ്ട വെച്ച് സംസാരിക്കുന്നത് നിർത്തുക. ഓക്കെ. ഇതുകൊണ്ട് തീരുന്നില്ല. അടുത്തത് പുള്ളി പറഞ്ഞത്, ഇപ്പൊ പുള്ളിക്ക് കേസായിട്ട് വന്നേക്കുന്നത് ബലൂചിസ്ഥാനുമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം.
ഞാൻ ബലൂചിസ്ഥാനെ അനുകൂലിച്ചു എന്നതാണ് ഞാൻ ചെയ്ത ആ ഒരേ ഒരു തെറ്റ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു. അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം ബലൂചിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യ എടുക്കുന്ന അതേ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം, പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പാകിസ്ഥാനെതിരെ സംസാരിക്കുന്ന ഇന്ത്യൻ ജനത പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ബിജെപിയുടെ തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകമായിരുന്നു. ആകെ എന്റെ ഭാഗത്തു നിന്ന് ഒരു പബ്ലിക്കിനിടയിൽ സംസാരിച്ചപ്പോൾ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ്. യഥാർത്ഥത്തിൽ ഞാൻ അന്ന് അനിൽ നമ്പ്യാർക്കും ജന ടിവിക്കും മറുപടി കൊടുത്ത സമയത്ത് അവസാന ഭാഗത്ത് ഒരു സർക്കാസ്റ്റിക് രൂപേണ, ഒരു പരിഹാസ രൂപേണ ഇപ്പോൾ ഇന്ത്യ പിന്മാറിയതുകൊണ്ട് ബലൂജികളുടെ കാര്യമാണ് കഷ്ടം, അവർ ഇന്ത്യ പാകിസ്ഥാനെ കീഴ്പ്പെടുത്തും, ഇതൊരു സ്വതന്ത്ര രാഷ്ട്രം, പണ്ട് ബംഗ്ലാദേശിന് സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ മുൻകൈയെടുത്തതുപോലെ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ സഹായിക്കുമെന്ന് കരുതിയ ബലൂചിസ്ഥാനികൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന ഒരു അർത്ഥത്തിൽ ഒരു സർക്കാസ്റ്റിക് രൂപേണ ഇന്ത്യയുടെ ഈ നിലപാട് ഒരേ സമയം എന്നെ മാത്രമല്ല, അതായത് എനിക്ക് നിരാശ തോന്നി എന്ന് പറയുന്നത് ഞാൻ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് നിരാശ തോന്നിയത്. അതോടൊപ്പം തന്നെ ബലൂചികൾക്കും ഉണ്ടായി. ഇത് മാത്രമാണ് എന്റെ ഭാഗത്ത് നിന്ന് ആ ലൈവിൽ ഞാൻ പറഞ്ഞു പോയേക്കുന്ന കാര്യങ്ങളിൽ ഒരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് സ്വയം തോന്നുന്ന ഒരേ ഒരു കാര്യം. അത് രാജ്യവിരുദ്ധത എന്ന അർത്ഥത്തിലല്ല. ഒരാൾ എന്നോട് അടിസ്ഥാനമുണ്ടോ, നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവ് ഹാജരാക്കാൻ പറ്റാത്ത, എന്നാൽ ഇന്ത്യയിലെ എല്ലാവരും കാലങ്ങളായി ഒളിഞ്ഞും തെളിഞ്ഞും അംഗീകരിക്കുന്ന ഒരു കാര്യം പറഞ്ഞു എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഒരു ഇന്ത്യ വിരുദ്ധ ശക്തിയല്ല അനുകൂലിച്ചത്. പറഞ്ഞു കേട്ടല്ലോ, അദ്ദേഹം പറയുന്നത് ബലൂചിസ്ഥാന് ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നാണ്, പാകിസ്ഥാനെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ട്. ഇതിന് വ്യക്തമായിട്ടുള്ള തെളിവില്ലാതെ എങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇദ്ദേഹം ഇത്ര പച്ചയ്ക്ക് ഇത് വിളിച്ചു പറയുന്നത്? നമ്മുടെ നേഷനെ മറ്റുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത്. അത് ശരിക്കും രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസ് എടുത്തതിന്റെ റീസണേ അതുകൊണ്ടാണ്. കാര്യം വേറൊരു രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം ഫണ്ട് ചെയ്തു എന്നുള്ള രീതിക്ക് അത് പുറത്തു വരുള്ളൂ. സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഭയങ്കര സൂക്ഷിച്ചു വേണം. കാര്യം ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെയും അതേപോലെ തന്നെ കാര്യങ്ങളെയൊക്കെ ബാധിക്കുന്ന രീതിക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് ഒരു യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മളെ പോലുള്ള ഒരു ഇന്ത്യൻ പൗരൻ ഇങ്ങനെ നിന്നിട്ട് ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ്സ് പടച്ചു വിട്ടാൽ തന്നെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുവര്. നമ്മൾ രാജ്യദ്രോഹം കുറ്റം ചുമത്തി നമ്മുടെ ദേഹത്ത് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കറിയാവോ? അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാവോ? ജാമ്യമില്ലാത്തൊരു വകുപ്പാണ് ഫസ്റ്റ് ഓഫ് ഓൾ. നമ്മൾ ഇവരുടെ ഒരു ലിസ്റ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതാവസാനം വരെയും അവർ നമ്മൾ നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കും, ഇന്ത്യൻ ഗവൺമെന്റ്. അത് എല്ലാവർക്കും അതിന്റെ സീരിയസ്നെസ് അറിയത്തില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമറ തുറന്നു വെച്ചിട്ട് എന്തും പറയാമെന്ന് വിചാരിക്കരുത്. പറയുമ്പോഴത്തേക്ക് രാജ്യത്തിനെതിരെ ഒന്നും പറയാൻ പാടില്ല. അതൊക്കെ ഒരു കോമൺ സെൻസ് ആണ്. അദ്ദേഹം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെതിരെ മേജർ രവി ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അഖിൽമാരാറിയ എൻ്റെ സുഹൃത്താണത്. എങ്ങനെയാണ് അവൻ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുന്നത്? ഇവർക്കൊന്നും ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ആന്റി നാഷണൽ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവനെ നമ്മൾ ആന്റി നാഷണൽ ആയിട്ടാണ് കാണുന്നത്. ഇത് സാധാരണ സമയമല്ല. ഈ സമയത്ത് നിങ്ങൾ വാദമെടുക്കരുത്. നിങ്ങൾ എന്ത് വിചാരവും സ്പിരിറ്റ്, എന്തുകൊണ്ടാണ് ഓപ്പോസിഷൻ വരുന്നത് ഒന്നും ഉണ്ടായിരിക്കുന്നത്? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ കൊടുക്കാത്തത്? ഇന്നിപ്പോൾ പേൽഗാമിനെ കുറിച്ച് അവിടുത്തെ പാകിസ്ഥാന്റെ ജനറൽ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഓപ്പറേഷനാണ്. ഇലക്ഷൻ സമയത്ത് ഇതേ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ ഇത് മോദി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ചെയ്താണെന്നുള്ളത്? അപ്പം അന്നത് പറയാം, അന്നൊരു യുദ്ധസമാനം അല്ലായിരുന്നു. പക്ഷെ ഇന്ന് നടക്കുന്ന യുദ്ധസമാനമാണ്. ഈവൻ ചാനലുകാരെ മോണിറ്റർ ചെയ്യുന്നു, ആരെന്ത് പറയുന്നു, കോളേജിലെ പിള്ളേർ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരെ പൊക്കുന്നുണ്ട്. കാരണം ഇവിടേക്കാണ് ഈ ആന്റി നാഷണൽ എലിമെന്റ്സ്, നമ്മുടെ ദ എനിമി വെൽ വിത്തിൻ ദി കൺട്രി എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ പോലും മോണിറ്റർ ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ. നിങ്ങളുടെയൊക്കെ ഈ വികാരങ്ങൾ, നിങ്ങളുടെ ഒരു വികാരം ചിലപ്പോൾ അത് 10 പേരുടെ അല്ലാതെ ശരിയല്ലേ എന്ന് തോന്നിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ മിസ്ഗൈഡ് ചെയ്യാം. അതാണ് യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ രാജ്യത്തിനെതിരെയായിട്ട് നമ്മുടെ തോന്നലുകൾ പറയുന്നത് നമ്മൾ മിസ്ഗൈഡ് ചെയ്യുകയാണ്. അത് നമ്മളെ അവരുടെ നോട്ടപ്പുള്ളികളാക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ. അവര് നമ്മളെ വന്ന് അകത്തോട്ട് പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞ് പിന്നെ കൈയും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല. ഞാൻ വെറുതെ പറഞ്ഞതാ, എനിക്ക് അപ്പൊ തോന്നിയതിന് ഞാൻ പറഞ്ഞതാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കഴിഞ്ഞാൽ അത് കുറ്റം ചുമത്തിയത് തന്നെയാണ്. അത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കാം. വെറുതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നത് കുട്ടികളെയൊന്നും അല്ല. എസ്പെഷ്യലി നമ്മുടെ രാജ്യത്തിനെതിരെയൊക്കെ, അതും ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ, അതായത് യുദ്ധസമാനമായിട്ടുള്ള ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പറയാനായിട്ട്. നമ്മളും അത്രത്തോളം റെസ്പോൺസിബിൾ ആവണം. അതുപോലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലയോ? ഞാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുവാണ്. നമ്മൾ എന്താ പറയുന്നത്, അത്യാവശ്യം പ്രായവും വിവരവും ബോധവും ഒക്കെ ഉള്ള ആളല്ലേ? എല്ലാ പൊളിറ്റിക്സും കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ഒരു വ്യക്തിയുടെ വായിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത്. അപ്പൊ പിന്നെ കുറ്റം കേസും ഒക്കെ വന്നില്ലെങ്കിലേ ഉള്ളൂ അതിശയം. ഇതിപ്പോ ഞാൻ മാരാറിന്റെ കേസ് മാത്രമല്ല പറയുന്നത്. ഇപ്പൊ പലരും എന്റെ ശ്രദ്ധയിലും പറ്റിയിട്ടുണ്ട്. വേറെ പലരും സ്വന്തം രാജ്യത്ത് നിന്നിട്ട് വേറെ ശത്രു രാജ്യത്തിന് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന ടീംസിനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ യുദ്ധത്തിന് യുദ്ധം എന്ന് പറയുന്നത് മാനുഷിക
ഇത് പരിഗണന കൊടുക്കാത്ത ഒന്നാണ്. ശരിയാണ്, യുദ്ധം എന്ന് പറയുന്നത് മനുഷ്യർക്ക് പരിഗണന ഇല്ല. അവിടെ രണ്ട് ഭാഗത്തും ലോസ് ഉണ്ടാവും. അവിടെ മനുഷ്യത്വത്തിന് കാര്യമില്ല. പക്ഷെ മനുഷ്യത്വമല്ലേ നമ്മൾ കാണിക്കേണ്ടത്, യുദ്ധത്തിലോട്ട് പോവണ്ട എന്നും പറഞ്ഞിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. പക്ഷേ അത് കാണിക്കേണ്ട, മനുഷ്യത്വമൊക്കെ കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. യുദ്ധത്തിലേക്ക് പോകുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യമില്ലാതെ വേറൊരു രാജ്യത്തിനെ ആക്രമിക്കുന്നത് തെറ്റാണ്. അതല്ലാതെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുമ്പോഴത്തേക്കും അതും കൈയും കെട്ടി നോക്കി നിന്നിട്ട് അയ്യോ മനുഷ്യത്വമല്ലേ വലുത്, നമ്മൾ അങ്ങോട്ട് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം ഉണ്ടാവത്തില്ലേ എന്ന് പറയുന്ന ഒരു ടീംസും ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെട്ടിട്ടുള്ള 26 ജീവന് വിലയില്ലേ? അവരുടെ രാജ്യത്ത് നഷ്ടപ്പെടുന്ന ജീവന് മാത്രമേ വിലയുള്ളൂ. അവരല്ലേ ഇങ്ങോട്ട് വന്ന് ചൊറിയുന്നത്. നമ്മൾ വെറുതെ നിൽക്കുവല്ലല്ലോ, നമ്മൾ ഡിഫെൻസ് ചെയ്യുവല്ലേ, നമ്മൾ അങ്ങോട്ട് കയറി ആരെയും അറ്റാക്ക് ചെയ്തിട്ടില്ല. സമാന സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ സിവിലിയൻസ് ചെയ്യേണ്ട കുറച്ച് കോമൺ സെൻസുകളുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മുടെ രാജ്യത്തിനെ ഹെയ്റ്റ് ചെയ്യല്ല വേണ്ടത്. നമ്മുടെ രാജ്യത്തിന് ഇങ്ങോട്ട് കയറി ഇതാക്കുമ്പോൾ നമ്മുടെ രാജ്യം അങ്ങോട്ട് കയറി തിരിച്ചടിക്കുന്നതിന് നമ്മുടെ സോൾജേഴ്സിന് ഊണമില്ല ഉറക്കവും ഇല്ലാതെ അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടാണ് അവിടെ അതിർത്തിയിൽ. അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് ഇപ്പം ഞാനൊക്കെ ഈ മൈക്കിലൂടെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത്. അവരില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുപോലും ചിന്തിക്കാതെ മനുഷ്യത്വം പൊക്കി പിടിച്ചുകൊണ്ട് കുറേ എണ്ണം വരും. അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരും. കാര്യം ഇങ്ങോട്ട് കയറി ആക്രമിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഉടനെ പറയും അയ്യോ ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെ തെറ്റില്ലേ. എന്തുവാടാ, നിനക്കൊന്നും ബോധമില്ലേ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറയേണ്ടത്, നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കാണിക്കേണ്ട കോമൺ സെൻസുകൾ നമ്മൾ കാണിക്കുക. ഇപ്പം മാരാരെ പോലുള്ള വ്യക്തികളൊക്കെ വന്നിരുന്ന് ഇങ്ങനെ മീഡിയയുടെ മുമ്പിൽ പറയുന്നത് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. അത് ഈ ബലൂചിസ്ഥാൻ ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു തെളിവ് വേണം. തെളിവുണ്ടെങ്കിൽ പറയാം, തെളിവുണ്ടെങ്കിൽ അത് നമുക്ക് പറയുന്നതിനൊരു കുഴപ്പമില്ല. പക്ഷെ തെളിവില്ലാതെ എവിടെയോ കേട്ടൊരു കെട്ടുകഥ വന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കേസ് വരും, അനുഭവിക്കാം. അല്ലാതെ ഇതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പാകിസ്ഥാൻ ഇന്ത്യയെ ഭയപ്പെട്ടിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആ രാജ്യം മറ്റൊരു രാജ്യത്തെ നിരന്തരം ആക്രമിക്കുന്നതിലല്ല, ആക്രമണത്തിൽ നിന്ന് പിന്തിരിയുന്നതിലോ അല്ലെങ്കിൽ ആക്രമണം നടത്തണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നതിലോ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെയാണ് ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ട്വീറ്റിനും പ്രസക്തി വരുന്നത്. ഇന്ത്യയോടും അമേരിക്കയോടും ഞാൻ സംസാരിച്ചു. ഞാൻ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള യുദ്ധം, ഈ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ഇന്ത്യ അവസാനിപ്പിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡ് അവസാനിപ്പിക്കും. സഡൻലി ആൾ ഓഫ് എ സഡൻ ഇന്ത്യയും പാകിസ്ഥാനും ഇത് അംഗീകരിച്ചു. അപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് അൾട്ടിമേറ്റ്ലി എടുക്കാൻ ആഗ്രഹിച്ചതും അമേരിക്കയാണ് എന്ന് ഇന്നത്തെ ദിവസം കൂടി ട്രംപ് പറയുമ്പോൾ എന്തുകൊണ്ട് ട്രംപിനോട് കൃത്യമായ ഒരു മറുപടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞില്ല എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ആകെ പ്രശ്നം. ആരാര് പറയുന്നത് ഒരു രാജ്യം യുദ്ധത്തിന് വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചടിക്കാതെ പിന്മാറി പോകുമ്പോഴാണ് ആ രാജ്യം ഭയപ്പെടുന്നത് എന്ന്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആ മിസൈല് വന്ന് ഇവിടെ പതിച്ച് ഇവിടെ ലോസ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചടിക്കേണ്ട, നമുക്ക് പയ്യെ അങ്ങോട്ട് ചിന്തിച്ച് നിൽക്കാം, അപ്പോൾ അവൻ പേടിച്ച് പൊക്കോളും എന്നും പറഞ്ഞാൽ നിൽക്കുമോ? ഇല്ല. അങ്ങനെ പറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പം എന്തോരം ഡ്രോണുകളാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ളത്. ഏകദേശം 100-600ഓളം ഡ്രോണുകൾ നമ്മുടെ S-400 സുദർശൻ ചക്ര എന്ന് പറയുന്ന റഷ്യൻ നിർമ്മിത സാധനം കൊണ്ടിട്ട് നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ കൊല്ലും. അതിലെന്താണ് തെറ്റ്? ഇത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്തോളം ഇന്ത്യക്ക് തലവേദന തന്നെയാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ പാകിസ്ഥാൻ നന്നാവണം. ടെററിസത്തിന് ഫണ്ട് ചെയ്യുന്നതും ടെററിസത്തിന് സപ്പോർട്ട് ചെയ്യുന്നതും നിർത്തി നോർമലി എല്ലാ രാജ്യങ്ങളെയും പോലെ ഒരു രാജ്യം ആവുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതെന്തായാലും ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടിരിക്കും. നമ്മളെ ചൊറിയുമ്പോൾ നമ്മൾ കയറി അടിക്കും. അതിലിപ്പോൾ വലിയ കാര്യം തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. എനിക്കിങ്ങനെ എന്താ പറയുന്നത്, ഇത്രയും വലിയ ഇതിൽ തിരിച്ചടിക്കരുത് എന്ന് പറയുന്നതിനോട് യോജിപ്പുമില്ല. പിന്നെ പുള്ളി പറഞ്ഞു ട്രംപ് ഇങ്ങനെ ട്രേഡ് നിർത്തും എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനും ഗവൺമെന്റുകൾ രണ്ടുപേരും ഇത് ഓക്കെ പറഞ്ഞു. ഇത് പറഞ്ഞ് 3 മണിക്കൂറിനുള്ളിൽ ഇന്ത്യക്കെതിരെ ഡ്രോൺ ഇതും കൊണ്ട് വന്നോ പാകിസ്ഥാൻ? അപ്പൊ അതിനകത്ത് എന്ത് ഇതാ ഉള്ളത്? ട്രംപിന്റെ വാക്കിന് അവിടെ പുല്ല് വിലയില്ലേ പാകിസ്ഥാൻ കൊടുത്തത്? ഇന്ത്യൻ ഗവൺമെന്റ് അതിനെതിരെ അഡ്രസ്സ് ചെയ്തില്ല. ഇന്ത്യ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെ ഇതില്, അതായത് ഈ ഈ വെടിനിർത്തൽ കരാറിലേക്ക് മൂന്നാമതൊരു കൺട്രി ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് അമേരിക്കനെ കൊള്ളിച്ചുകൊണ്ടാണ് എന്ന് ഇവിടെയുള്ള കോമൺ സെൻസ് ഉള്ള കൊച്ചു കുട്ടിക്ക് വരെ മനസ്സിലാവും. ഇത് ശ്രീ മാരാർക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സ്വന്തം
മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളെ വളച്ചൊടിക്കുകയാണ് എന്നാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. എന്തായാലും എനിക്കിത്ര പറയാനുള്ളൂ. ഒരു സിറ്റുവേഷൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ രാജ്യം കടന്നു പോകുന്നത്. ആ രാജ്യത്ത് നിൽക്കുന്ന സമയത്ത് കോമൺ സെൻസോടു കൂടി സംസാരിക്കുക. ഒരു രാജ്യത്ത് നിൽക്കുന്ന സമയത്ത് യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യമുള്ള ഒരു രാജ്യത്ത് നിൽക്കുന്ന സമയത്ത് ആ രാജ്യത്തിൽ എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി റെസ്പോൺസിബിൾ ആയിരിക്കണം. റെസ്പോൺസിബിൾ ആയിട്ടില്ല എങ്കിൽ ഇതുപോലെയുള്ള കേസുകൾ ഇനിയും വരും. ഓക്കെ. അത് ഇതിപ്പം മാരാര് മാത്രമല്ല, ഏതൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിലും, ഈവൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. അതിനകത്ത് എന്ത് പറയുമ്പോഴും എന്ത് എടുക്കുമ്പോഴും ശ്രദ്ധിച്ചെടുത്തില്ല എങ്കിൽ കൈ മുറിയും, ചിലപ്പോൾ തലയും പോവും. അതിനിപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണം മാരാരാണ്. ഇപ്പൊ കേസൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്താണ് എങ്ങനെയാവും എന്നൊക്കെ കണ്ടറിയാം. അപ്ഡേറ്റ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. ഓക്കെ, ബൈ.